ഹലോ ഗൈസ്, എവിടെയാണ്? കുറച്ച് വ്യൂസ് കാണാം. ക്യാമറയിൽ എത്രത്തോളം കാണുമെന്ന് അറിയില്ല. Hard to find the words. Top അല്ലേ? ഏഷ്യാനെറ്റ് ന്യൂസ് ചടല്ലേ ചോമോനെ നടന്നു വരുമ്പോ കൊണ്ട് ഒരു സാധനം കാലി കുടി എടുത്തോളാം. രാജാവ് യഥാർത്ഥത്തിൽ ഞാനാണ്. ഗൈസ്, നമ്മൾ ഫസ്റ്റ് ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയിട്ടില്ല. കാണുന്നത് പോലെയല്ല, നല്ല എന്താ പറയണ്ടേ കയറ്റമുണ്ട്. കയറാൻ ഒറ്റ സ്ട്രെച്ചിൽ കയറാൻ പറ്റില്ല. കയറിക്കഴിഞ്ഞാൽ പടമാവും. എപ്പോഴും എന്താ പറയണ്ടേ ഹൈക്കിങ് ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നവരൊക്കെയാണ് ചിലപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഓരോ മല വെച്ച് കയറി പോകും. ഏകദേശം 8 മല അല്ലേ? മൊത്തം 9 മലയാണ്. 8 മലയാണ് വലിയ മലയാട്ടം. 8 മലയാണുള്ളത്. അങ്ങനെ മൊത്തം 9 മല. നമ്മള് പോകുന്ന വഴി വേറെയാണ്, തിരിച്ചു വരുന്ന വഴി വേറെയാണ്. അപ്പൊ ഏകദേശം നമുക്കിനി ഒരു 8 മല കടന്ന് ചെല്ലുന്ന സ്ഥലമാണ് നമ്മുടെ മീശപ്പുലി മല. നമുക്ക് പ്രോപ്പറായിട്ട് എന്താ അവിടെ നിന്ന് കേറുമ്പോ കിട്ടുന്ന ആ ഒരു ശ്വാസമൊന്നും പോയാലോട്ട് പോകാൻ കിട്ടുന്നില്ല. റെസ്റ്റ് എടുത്ത് പോകുന്നതാണ് നമ്മുടെ ഹെൽത്ത്. അതെ, നമ്മൾ ഓരോ പ്രാവശ്യം കയറുമ്പോഴും ടയർഡാകുമ്പോഴത്തേക്ക് കുറച്ച് നേരം ഒന്ന് ബ്രീത്ത് മാക്സിമം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആക്ച്വലി നമുക്ക് ഇപ്പൊ തന്നെ വ്യൂ കിട്ടി തുടങ്ങുന്നുണ്ട് അവിടെ. ഞാനിപ്പോ ക്ലിപ്പിൽ കാണിച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇന്നലെ എന്താ പറയണ്ടേ സൺസെറ്റ് വന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഓക്കെ, ഇനി സൺറൈസ് വരുന്നത് നിങ്ങൾക്ക് വെട്ടം കാണാൻ പറ്റും. ചെറുതായിട്ട് വെട്ടം വരുന്ന ഈ ഭാഗത്താണ്. അപ്പോൾ ഇപ്പം ഇന്നലെ വൈകിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത നല്ല വിഷ്വൽസ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇനി മേലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നില്ല. സൺറൈസ് കാണുന്നത് ഇവിടുന്ന് തന്നെയാണ്. സൺറൈസ് നമ്മൾ ഇവിടുന്ന് വാച്ച് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നത്. ഈ മല നമ്മൾ ഇന്നലെ ഞാൻ പറ്റിക്കപ്പെട്ട മീശപ്പുലി മല ഇതാണെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഈ മലയാണെന്നാണ് നമ്മൾ ഇന്നലെ വിചാരിച്ചത്. ഇതല്ല ആക്ച്വലി മീശപ്പുലി മല. ഇനി ഇവിടുന്ന് ഒരു 8 മല ഏകദേശം 4 കിലോമീറ്റേഴ്സ്, ഏകദേശം 4 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് സൺറൈസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സൺറൈസ് കണ്ട് അത് ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുമ്പോഴത്തേക്ക് ചെറുതുപോലെ തോന്നുവാണ്, എനിക്കറിയില്ല. ഇന്നലെ താഴെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഈ മല ആക്ച്വലി അടുത്താണെന്നാണ്, ഈ ഹൈറ്റ് അടുത്താണെന്ന് വിചാരിച്ചു. പക്ഷെ കയറും തോറും ഇങ്ങനെ കണ്ടിരിക്കുക. നമ്മുടെ മാൻഷൻ ഇന്നലെ നിന്ന് സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഇത്രയും കയറി കണ്ടത്. ആ വീട് കാണുന്നില്ല, അതാണ് ഞങ്ങൾ നിന്ന സ്ഥലം. അപ്പോൾ അത്യാവശ്യം ഇപ്പം തന്നെ കയറി വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ട്രക്കിങ് കണ്ടിന്യൂ ചെയ്യല്ലേ ചോമനെ? നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ മുകളിലെത്തിയിട്ടുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. ഓക്കെ, ആക്ച്വലി നമുക്കിത് മൊത്തം കാണിക്കണം എന്നുണ്ടോ, പക്ഷെ വീഡിയോയുടെ ലെങ്ത് കൂടുന്തോറും മേ ബി അത്ര സുഖകരമായിരിക്കില്ല. ബോറിങ് ആവരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഫുള്ള് കാണിക്കാത്തത്. അതുമല്ല, മുകളിലേക്ക് കയറുന്നതോറും ഈ നമ്മൾ നടന്നു പോകുന്ന വഴികളൊക്കെ ഏകദേശം സെയിം സാധനത്തിനെ കാണുന്നത്. അത് മാത്രമല്ല, വീഡിയോ എടുക്കുന്നതിനിടയിൽ സൂക്ഷിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ മുഖത്ത് കല്ല് പറ്റും. നല്ല അടിച്ച് താഴെ ഇത് നേരെ ചിലപ്പോൾ ഉരുണ്ടൊക്കെ താഴെ പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളിനിയിപ്പം മേളിൽ പോയിട്ട് സൺറൈസ് വന്നിട്ട് ബാക്കി കാണിക്കുന്നതായിരിക്കും. അതെ, അവിടെ എന്താ ഒരു തിളങ്ങുന്ന സാധനം? വെള്ളം. പണ്ട് നമ്മളെന്താ മറ്റേ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മലയുടെ ഇടയിൽ നിന്ന് സൂര്യൻ വരുന്നത് പടം വരച്ചിട്ടുണ്ട്. ഇന്നാ സാധനം എന്താ നേരിട്ടുണ്ട്. ഇതാണ് ആ സാധനം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്വർണം വിരിച്ച ഭൂമി. സൺറൈസ് നമ്മൾ സീരിയസ്ലി അടിപൊളിയായിട്ടുണ്ട്. ഫുൾ വ്യൂ നോക്കി. നമുക്ക് വേണ്ട ഇവിടെ ഒരു ഷൂട്ട് ചെയ്യാം.
We are just shooting some vlogs. Hi bro. Yeah. What's your name? Solomon. Solomon. Yeah. Where are you from? From the UK. UK. How's it? So beautiful. So beautiful. Really beautiful. Yeah. Guys, എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. സീരിയസ്ലി അത്ര ഡാം ബ്യൂട്ടിഫുൾ, അത്ര അടിപൊളിയായിട്ടുള്ള. Can you describe something about this view? Just beautiful view. This is my. Oh, nice. It's hard to find the words. Yeah. I mean, it's beautiful. I mean, being on top of the mountain, looking at the sun over the mountains, really does take some beating. And the fact you can see everything. Everything, yeah. Yeah, it's It's insane. awesome, right? It's so awesome. Your face says everything. Yeah. Well, Actually, God I knows saw you what at the top, and I was at the bottom, and I was like, okay. He's like, that's Sunrise Point. So I just ran up as far as I could. പുള്ളിയുടെ സത്യം പറഞ്ഞാൽ ആക്ച്വലി പുള്ളിയുടെ ഫേസിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആള് എത്രത്തോളം ഹാപ്പി ആണെന്നുള്ളത്. ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് കഷ്ടപ്പെട്ട് നടന്ന ഒരാൾ അവിടുന്ന് ഓടി കയറി. ഞങ്ങൾ എത്ര മിനിറ്റോട്ട് കയറി ആളിങ്ങനെ ഇത് കാണാനുള്ള ക്യൂരിയോസിറ്റി ഇങ്ങനെ ഓടി കയറുവാണ്. വന്നിട്ട് ആളുടെ മുഖത്ത് എന്താണെന്നുള്ള സത്യം പറഞ്ഞാൽ നമുക്ക് കാണാനുണ്ട്. ഓക്കെ, ഇനി ആളുടേതായ ലോകത്തിലേക്ക് നമുക്ക് വിടാം. നമുക്ക് നമ്മുടെ ലോകത്തേക്ക് പോവാം. ഇതാണ് ശരിക്കുള്ള പറഞ്ഞ സൺറൈസ്. ശരി, ഒന്ന് ആലോചിച്ചൊക്കെ UK എന്നൊക്കെയാണ് ആള് വന്നിരിക്കുന്നത്. UK ഒരു ട്രൈപോഡ് സെറ്റ് ചെയ്യണം. ആ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്യും. നമ്മുടെ മീശപ്പുലിമല കാണാനായിട്ട് ആള് UK വന്നിരിക്കുകയാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻസ് വന്നു. ആള് സത്യം പറഞ്ഞാൽ ആളുടെ ഫേസിൽ അത് ഉണ്ട്. ആൾ അത്രയും ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ജസ്റ്റ് ട്രൈപോഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു വ്യൂവിലോട്ട്. നീ ഒന്നും ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ അവിടെ. ആ മതി. ഓക്കെ, സെറ്റ്. ജസ്റ്റ് അവിടെ അങ്ങ് ഇരുന്നു. ഓ ഗൈസ്, നമ്മൾ കുറച്ച് നേരം ഒന്ന് ആളുകൾ സൺറൈസിൽ. കുറച്ച് നേരം ഹായ് ബ്രോ. ഹായ് ബ്രോ. ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവിടെ വേറൊരാള് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ട്രൈപോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. This one is okay. Yeah, it's fine. What's your name, bro? Amit. Yours? It's Sachin. Mango. I'm Jomon. John. What? Jomon. Spell? JOMON. Jamon. Yes. Nice. You guys are from? Kollam, Kerala, Kollam. Yeah, Kerala. Okay. So this is like a content creation thing. Yeah, just vlogging. It's vlogging. Nice. Okay. You are just. Just Real. trying to make things. Yeah. Okay, fine. Okay, carry on. Yeah, sure. ഷാരൂഖ് ഈ സൂര്യൻ്റെ അടുത്ത് ഇപ്പുറത്ത് കാണുന്ന ഈ മലയാണ് മീശപ്പുലി മല. നമ്മളിപ്പോൾ ഉള്ളത് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ചതിയമ്പാറയിലാണ്. ചതിയമ്പാറ എന്ന് നമ്മളിട്ട പേരാണ് കേട്ടോ. കാര്യം നമ്മൾ കയറും തോറും മല വലുത്. കുറച്ചേ ഉള്ളൂ എത്തി. പിന്നെ ഉണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ തന്നെ ഒരു പേരിട്ട് ചതിയമ്പാറയെന്ന്. അപ്പോൾ ഈ ചതിയമ്പാറ എന്നിട്ട് നമ്മൾ സൺറൈസ് കണ്ടു. അതാണ് മീശപ്പുലിമല. ഓക്കെ, നമുക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ് കറങ്ങി ഇങ്ങനെ ഈ മലയൊക്കെ ചാടി നമ്മൾ അവിടെ എത്തുന്നതായിരിക്കും. ഈ പോയിന്റിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കുറച്ച് വ്യൂസ് കാണാം. ക്യാമറയിൽ എത്രത്തോളം കാണുമെന്ന് അറിയില്ല. ഇതുണ്ടോ, ഒരു നദി ഒഴുകുന്ന കിടക്കുകയാണ് സാധനം. അവിടെ എന്തോ ഉള്ള പോലെ. ആക്ച്വലി ഫുള്ള് മഞ്ഞാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം ഏകദേശം തണുപ്പ് വെയിലടിച്ചു തുടങ്ങിയെങ്കിലും പക്ഷേ നോർമൽ തണുപ്പുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവ്ലെസ്സിലൊക്കെ നിൽക്കാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് മാറി. പക്ഷെ നമ്മുടെ വിരലിലൊക്കെ ഒരു പ്രഷർ ഇപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് മൂന്നാറിലെന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ നല്ല തണുപ്പായിരിക്കും. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ സൂചി കുത്തുന്നതൊക്കെ വെയിൽ വരും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ അവിടെ മഴയും തുടങ്ങും. ഇതായിരിക്കും ഓൾമോസ്റ്റ് ഇവിടുത്തെ ക്ലൈമറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിനിപ്പോൾ ഈ സ്പോട്ടിൽ നിന്ന് ഇപ്പം നടക്കാൻ തുടങ്ങും. സോ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് തിരിച്ച് അടുത്ത 4 കിലോമീറ്റേഴ്സോളം ഉണ്ട് നടക്കാനായിട്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മളിപ്പോൾ പോവും. പിന്നെ ഇന്ന് നമ്മുടെ ഇവാൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും ഇവാനെ ഒന്ന് വിഷ് ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ ഇവാൻ. എല്ലാവരും ഒന്ന് വിഷ് ചെയ്യുക. അതെ,
ഇവാന് ശരിക്കും ഞാൻ ഇവാന്റെ കൂടെ ഉണ്ടാവേണ്ടതാണ്. ആക്ച്വലി നമ്മളിവിടെ ജോമോൻ ഇങ്ങനെ ഒരു ട്രിപ്പ് വരുമെന്ന് അറിഞ്ഞിരുന്നില്ല. ജോമോൻ ഇവാനെ നല്ല മിസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ തൊട്ടിരുന്ന് ഇങ്ങനെ പറയാണ് എനിക്ക് ഇവാനെ മിസ് ചെയ്യുന്നുണ്ട്. വീഡിയോ ചെയ്തിട്ട് ഞാൻ 10,000 തവണ ഞാൻ കണ്ടു. അതാ ഒരു ഓൾറെഡി ഇപ്പോൾ എന്താ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജോമോൻ്റെ അക്കൗണ്ടിൽ അത് വന്നിട്ടുണ്ടാവും. പക്ഷേ അവൻ ഇവിടെ റേഞ്ചും ഇല്ല, അപ്പോൾ വേറെ കാണാനും ഒന്നുമില്ല. അതുകൊണ്ട് ഒരു 10,000 തൊട്ട് ആ റീല് തന്നെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് എൻ്റെ ഇവാനെ മിസ് ചെയ്യുന്നു, എനിക്ക് എൻ്റെ ഇവാനെ മിസ് ചെയ്യുന്നു ഇതെല്ലാം പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു വൈകിട്ടെങ്കിലും തിരിച്ച് കൊല്ലത്ത്. ഇതാ നമ്മുടെ കഥാനായകൻ കറങ്ങി പോകും. ഇതാണ് നമ്മുടെ നായകൻ. ഇതാണ് നമ്മുടെ നായകൻ. വെറും നായകനല്ല. ഈ അവസരം വൈഡിലാണോടാ? അല്ല വൈഡല്ല, 94 മീറ്റർ ഹൈറ്റ്. പിന്നെ ഇത് മീശപ്പുലിമല 2646 feet. ആ ടോപ്പല്ലേ ഈ ടോപ്പല്ലേ ഹൈറ്റ്. യെസ്, അതുകൊണ്ടാണ് സെക്കൻഡ് ഹയസ്റ്റ് ഫീറ്റ്. അത് ഫസ്റ്റ് ഹയസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ. ഓക്കെ. വേറെ എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടോ ഇവിടെ? വേറെ സ്പെഷ്യാലിറ്റി എങ്ങനത്തെ? ഇത് ആക്ച്വലി കുറെ മലകൾ ചേർന്നിട്ടുള്ള ഒരു ഏരിയ അല്ലേ? അല്ല, അപ്പൊ കൊളുക്കുമല എവിടെ വരുന്നേ? കൊളുക്കുമല ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ വൺസ് അതിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കാണുന്നതാണല്ലേ? അപ്പൊ ഏകദേശം കൊളുക്കുമലയിൽ നിന്ന് അത്യാവശ്യം ഹൈറ്റിലേക്കാണ് മീശപ്പുലിമല നിൽക്കുന്നത് അല്ലേ? കൊളുക്കുമലൊക്കെ ഒരുപാട് താഴെയാണ്. ഓക്കെ. അപ്പോൾ കൊളുക്കുമല ഞാൻ പോയിട്ടുണ്ട്. അവിടുന്ന് ഒരുപാട് ഹൈറ്റിലാണ് കേട്ടാ. നിങ്ങൾ എവിടുന്നാ? ആ, ഞാൻ മലപ്പുറത്ത് അജ്ഫാനിൽ വർക്ക് ചെയ്യുന്നത്. പാണക്കാട്. പേരെന്താ? ഷെറബിൽ. ജഹാസ്. എന്റെ സച്ചിൻ. സാബിർ. തൻവീർ. അവിടെ മലപ്പുറം ബഡീസ് ഇവിടെ ഉണ്ട് കേട്ടാ. ചങ്ങായിമാരുണ്ട്. എവിടെ ഉണ്ട്? ഇന്നലെ ഞങ്ങളെ കണ്ടിരുന്നു പെരിന്തൽമണ്ണക്കാര്. എവിടെയും ഗോപ ഇത് കണ്ട യാഗ് ഏഷ്യാനെറ്റ് ന്യൂസ്. നമ്മുടെ 2 മലപ്പുറം ചങ്ങായിമാരുടെ സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ റെഡ് ഇട്ട എക്സ്ട്രോവേർട്ട് ആണെന്ന് പറഞ്ഞു. മൈക്ക് ഇടുമ്പോഴത്തേക്കും പറക്കണം. അത് വേറെ നല്ല കോൺഫിഡന്റ് ആയിട്ട് വെക്കരുത്. എന്നിട്ട് ഫസ്റ്റ് പരിചയപ്പെട്ട ബ്രോ 2 പേര് പറഞ്ഞോ, കുഴപ്പമില്ല. മലപ്പുറത്തിന്റെ വൈബ് പറയുന്നുണ്ട്. നിങ്ങളെവിടുന്നാ? കൊല്ലമാണ്. കൊല്ലംകാരാണ്. ഞങ്ങൾ മലപ്പുറക്കാരാണ്. ഞാൻ മലപ്പുറത്താണ് വർക്ക് ചെയ്തത്. ആര്? മലപ്പുറത്താരെ? പാണക്കാട് അജ്ഫാനിലാണ്. ഓക്കെ 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 ഓക്കെ. നിങ്ങളോട് വന്നാ? അല്ല, ഞങ്ങള് കേറിയപ്പോ ഫസ്റ്റ് ഞങ്ങൾ കമ്പനി യു കെയിലുള്ളതാണ്. അങ്ങനെ സോളമൻ. നമ്മുടെ സോളമൻ. അതിന്റെ പേര് സോളമൻ. We have some song about Solomon. സോളമനും ശോഷമ്മയും കണ്ടുമുട്ടി പണ്ട്. ഇത് കണ്ടോ കൂത്ത്. Can you sing a song? What's the name of you, Solomon? Who did you? ആരാണ് പേരിട്ടെടുത്ത് ചോദിച്ചോക്ക്. സോളമൻ അവിടുന്ന് കിട്ടി. Who put the name? Solomon. Your name. Who put the name? Who put your name, Solomon? Where did you get this name? From the Solomon Island. Solomon എങ്ങനെയാ ഇംഗ്ലീഷ് കാർക്ക് പേര്? We have Solomon. Just Malayalam song. Try me. Solomon. He saying കണ്ടുമുട്ടി പണ്ടേ. കൊളുക്കുമല അങ്ങടാ. മീശപ്പുലിമല ആയിട്ടില്ല. ഇത് ജസ്റ്റ് മീശപ്പുലിമല ആയിട്ടില്ല. അതാണ് മീശപ്പുലിമല. അവിടേക്ക് നമുക്ക് പോകണം. ഇതിന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 8 മല കഴിഞ്ഞാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ.
What's your guys' vlog called? ചുമ്മാ ബ്രോ നമ്മൾ Yeah, I have an account, just YouTube vlog. What is it? House fit. Write it down and I can look check it out afterwards. Okay, it's not get network right now. Oh, yeah. I will touch you. എന്റെ ഇൻസ്റ്റാഗ്രാം നെയിം ആണോ Yeah, I got a new subscriber. ഓക്കെ Yeah, നമുക്കൊരു UK subscriber Okay, worldwide. Yeah, നമ്മുടെ അക്കൗണ്ട് വേൾഡ് വൈഡ് ആവാൻ പോവാണ് ഗൈസ്. ഇപ്പൊ ഇവിടെ നെറ്റ്വർക്ക് ഇല്ല, അപ്പൊ ആളെ നോട്ട്സിൽ ടെക്സ്റ്റ് ചെയ്തിടാൻ പറഞ്ഞിരിക്കുകയാണ് ഹൗസ് ഫിറ്റ് എന്നുള്ളത്. We are guys studying Germany. ജർമ്മനി രണ്ട് പാടാ പക്ഷെ പാസ്സായിട്ടില്ല ആരും പഠിക്കാൻ കയറി Okay, yeah, this is my ഒന്നര വർഷം ജർമ്മൻ ഭാഷ പഠിക്കും. Speak German? I Friendly speak Deutsch? French. French? My name is Akil Ibrahim. I come from Okay, tiny bit. കുറച്ച് സപ്ലൈ അടിച്ചോട്ടെ. Okay. First one is my account. Yeah, you can check it within Instagram and YouTube How's it? also. This യൂസർ നെയിം is സെയിം same. Okay, okay. Yeah. This is Amdi Joe. His account. Okay. Sweet. Nice to meet you guys. Amdi Joe. ഓക്കെ ക്യാൻ വി ജസ്റ്റ് ടേക്ക് ഫോട്ടോ Yeah, yeah, yeah. Yeah. ഓക്കെ You have a better camera than me. 0.5 നോക്കിയോട്ടാ. Hi bro. Where you from? ആളൊരു ക്യാമറ Another guy. Yeah, it's up, it's up. he is just saying we have camera Here's good. Here's a good. Yeah, the guys are good shit. ഇതാ bro, ഇസ്രായേലിനോടൊക്കെ സംസാരിക്കാം. ആ? ആള് ഇസ്രായേലിനാണ്. ആ ഒക്കെ കൊണ്ടിട്ടല്ലേ. എടുത്തില്ല എടുത്തില്ലേ? He didn't take that photo. ഇവനുണ്ടല്ലോ, ഈ പുള്ളീനുണ്ടല്ലോ, ഈ പുള്ളി ചുമ്മാ പരിചയപ്പെട്ടു ചുമ്മാ ക്യാമറ പറഞ്ഞു. ഇസ്രായേലി ബാ. 10,000 Indians in one day, what would you do? If they would murder 10,000 people in the 7th of October, 2 years ago, what would you do? What would you do? But we don't take revenge, okay? You go. And Palestine is always അങ്ങനെ സംസാരിക്കണടാ, അങ്ങനെ സംസാരിക്കരുത്. ആക്ച്വലി അവൻ എന്താ പറയണ്ടേ, ഇസ്രായേൽ പലസ്തീൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. ആക്ച്വലി നമ്മള് ഈ പറയുന്ന പുള്ളി അതിനകത്ത് ചിലപ്പം ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ആക്ച്വലി അങ്ങനെ സംസാരിക്കാൻ പാടില്ല. കൺവേർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അങ്ങനെ സംസാരിക്കാൻ പാടില്ല. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇപ്പൊ ഇതാണ് ട്രാവലർ. അങ്ങനെ ഒരു യു ആർ ദ ട്രാവലർ. യു ആർ ദ റൈറ്റ് ട്രാവലർ. എടാ വാടാ, ഒരു ഫോട്ടോ എടുക്കണം നമുക്ക് എല്ലാവരും കൂടെ. നമുക്കൊരു ഫോട്ടോ എടുക്കാം. അങ്ങോട്ട് അവിടെ വാടാ. ഓക്കേണാ ഫ്രെയിം? എല്ലാരും വാടാ. ഇത് നമുക്ക് ഈ മലയിൽ നിന്ന് കളഞ്ഞിട്ടിയ കൂട്ടുകാരാണ്. ഈ മലയിൽ വെച്ച് നമുക്ക് കിട്ടിയ നിധികളാണ് കളഞ്ഞിട്ടിയ കൂട്ടുകാർ. ഓക്കെ, വീഡിയോ. എടാ പാവം, അങ്ങേര് എന്താ അറിഞ്ഞിട്ടുണ്ടാവടാ. പുള്ളി മൂഡ് ഓഫ് ആയി. മൂടാതെ പോയി. ഈ ചെക്കൻ പോയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട് ഇഷ്യൂ. മീൻസ് അവന്റെ മനസ്സിലുള്ളൊരു വിഷമം അവൻ ആളെ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞതാണ്. ആക്ച്വലി അവൻ ഇപ്പൊ പോയി സോറി പറഞ്ഞിട്ടുണ്ട്. ആള് ഹാപ്പി ആയിട്ടുണ്ട്. ഓക്കെ, പുള്ളി എടുത്തിട്ട് പറഞ്ഞു ഫ്രീ ഇസ്രായേൽ. നമ്മൾ ഈ സ്പോട്ട് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് 4 കിലോമീറ്റേഴ്സോളം നടന്നിട്ട് പോയാൽ, അപ്പോൾ നടക്കുമ്പോൾ എന്തായാലും നമ്മൾ ടയർഡാവും. ഇപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. ഇന്നലെ ഫുള്ള് മഴയായിരുന്നപ്പോഴത്തേനും വെയിലുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലൈമറ്റ് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഭയങ്കര പോസിറ്റീവാണ്. നമ്മൾ പറഞ്ഞ ക്ലൈമറ്റ് ഒക്കെ രാവിലെ ആകുമ്പോൾ സെറ്റ് ആവും. അപ്പോൾ ക്ലൈമറ്റ് ഫൈനലി നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുത്തെ വ്യൂ കാര്യങ്ങൾ പിന്നെ ഇനി ഇവിടുന്ന് ഇനി അടുത്ത സ്പോട്ടിലോട്ട് നമ്മൾ 4 കിലോമീറ്റേഴ്സോളം പോകണം. അപ്പോൾ ആ വിഷ്വൽസ് എല്ലാം പുറകെ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത എല്ലാവരും പോയി തുടങ്ങി, നമുക്കും അടുത്ത മീശപ്പുലിമയിലേക്കുള്ള ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തന്നെ വെയിൽ നന്നായിട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായി വെയിൽ നന്നായി കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പർവ്വതാനുകരിച്ച പോലെ സുന്ദരമായ ലോകം. മഞ്ഞല്ലല്ലോ, വെള്ള ഒന്നും പറയണം, മഞ്ഞപ്പർവ്വതാനുകരിച്ച പോലെ സുന്ദരമായ ലോകം. യെസ്.
ഹരിതേ വിമലേ ശുമലേ നീ അവിടെ ഇരുന്ന് പരദൂഷണം പറഞ്ഞിരിക്കാതെ ഓരോ മലയാൾക്ക് ഓരോ പേരിടാം. ആ മലയ്ക്ക് എന്ത് പേരിടും? ഏതാണ് ഫസ്റ്റ് വൺ ഇത്. യെസ്. ഉണ്ടല്ലേ? പരന്നമല. ആ പേര് കഴിഞ്ഞു. പരന്നമല. ഉണ്ടമല. ഇത് ഇത് ഇതൊരു മാതിരി ഒരു ഷേപ്പ് ഇല്ലല്ലോ, മലയുടെ ഷേപ്പ് ഉണ്ട്. അപ്പൊ മലയിൽ ഒരാള് കിടക്കുന്ന പോലെ ഉണ്ട്. ആ അങ്ങോട്ട് പോകല്ലേ കേട്ടാ, നീ താഴെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യും. ഓ ഗായ്സ് പറയണത് ഇവിടെ താഴേക്ക് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. സ്ലൈഡിങ് ജേണി ഉണ്ട് ഇവിടെ. ഹൈക്കിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അയ്യോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അതൊന്നും അലൗഡ് അല്ല ഇവിടെ. ഓക്കെ, ഇവിടെ നല്ലൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. ജോമോന്റെ വീഡിയോ നമുക്ക് പകർത്താം. ഇങ്ങനെ ഓ വി ഗെറ്റിംഗ് സം വിറ്റാമിൻ ഡി. അത് ഭയങ്കര ഇംഗ്ലീഷുകാരെ ഇവിടെ നീ സായിപ്പോട്ട് സംസാരിച്ചല്ലേ. നല്ല ഏരിയ ഗൈസ്. നമ്മള് ഓരോരുത്തരത്തൊക്കെ ചോദിച്ചു എടുത്തു എല്ലാം ചെയ്തു. ജോമോനോട് ചോദിക്കാം. ജോമോനെ എങ്ങനെയുണ്ട് മീശപ്പുലിമല? സീനാണ്. സീൻ ഒന്നും പറയല്ല. നമ്മള് ഒരുപാട് അങ്ങനെ ഭയങ്കരമായിട്ട് ഫണ്ടൊന്നും ചിലവാക്കി ഇങ്ങനെ മലയൊന്നും കയറി ഇറങ്ങിയിട്ടില്ല. എന്നാലും നമുക്ക് കുറെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വർക്ക് ചെയ്യുന്ന ബേസ് ചെയ്ത് കുറെ സ്ഥലങ്ങൾ പോകാൻ പറ്റി. അങ്ങനെ കുറെ പോകാൻ പറ്റി. പക്ഷെ എവിടെയാണ് എവിടെ വരാടുണ്ട്. വരാടിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ മൈക്ക് എടുത്തോ, മൈക്ക് മാറെടുത്തോ. കൊറേ ഉണ്ടല്ലേ. വരയാടിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സൂക്ഷിച്ചോടിയില്ലെങ്കിൽ മിക്കവാറും നമ്മൾ നേരെ അങ്ങ് വരയാടിൻ്റെ അടുത്തെത്തും. ഉണ്ട് എവിടെയാണ്? ആ അതോ നിൽക്കണം. ഓക്കെ, നമുക്ക് 5 നോക്കാം. എവിടെയാണ്? ആ അതാണ്, ഇത് തന്നെയാണ്. ഇതിനെയും ഗായ്സ് ഏകദേശം അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. വരയാട് അവിടെയുണ്ട്. പല സ്ഥലങ്ങളിലായി കണ്ട 2 അവിടെ കിടപ്പുണ്ട്. 1 2 3 4 5 6 7. എവിടെ? ആ അതെ അതെ അതെ. നമ്മുടെ ഇതുണ്ടോ? ഏതാ? അല്ലല്ല, നമ്മുടെ ടീംസ് ട്രാക്ക് ചെയ്ത് ഓൾറെഡി പോകുന്നുണ്ട് കണ്ടോ. പക്ഷെ അവർക്ക് വരാടിനെ കാണാൻ പറ്റിയില്ല. നമ്മൾ അവരെ കണ്ട. നമുക്ക് ഈ ഒരു വഴിയിലൂടെയാണ് പോകാനുള്ളത്. ഓക്കെ, നമ്മൾ ഇത്രയും ഹൈറ്റിലാണ് നിലവിൽ നിൽക്കുന്നത്. അവിടേക്ക് നമുക്ക് എത്തണം. അത് കിട്ടിയോ? ഓ ഉറപ്പായിട്ടും. ഇവരെ നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. സച്ചിൻ. ബ്രോ പേര്? ജോബി. ആള് ഓൾറെഡി എന്താ നമ്മള് കണ്ടിരുന്നു. അതെ, ഒരു കളർഫുൾ അതെ കളർഫുൾ പാക്കേജ് ആയിട്ട് അതിലുണ്ടായിരുന്നു. ഹായ്. ആളിവിടെ ദേവിക്കുളം തന്നെ കേട്ടോ. ആളുടെ ബ്രദറാണ് ജോബി. അല്ല റോബിൻ ആൻഡ് ജോബി. അപ്പൊ നമ്മളങ്ങോട്ട് തിരികട്ടെ. ഓക്കെ, ഞങ്ങള് കണ്ടു അങ്ങോട്ട് പോയിട്ട് വരാം. സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല വിഷ്വൽസ് ഉണ്ട്. നമ്മള് നേരെ താഴേക്ക് പോകാൻ വേണ്ട. അപ്പം ഹൈറ്റിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങുവാണ്. അവിടുന്ന് വീണ്ടും ഒരു മലമേലെ കയറും. ഇങ്ങനെ പോകും. ഗൈസ്, നമ്മൾ നേരത്തെ മേലെ നിന്ന് ഷൂട്ട് ചെയ്തപ്പോൾ താഴെ കണ്ടവർ ഇതാ അടുത്ത മലയുടെ മുകളിൽ എത്തിയിരിക്കുന്നു. താഴെ ഇറങ്ങി ആഡിസലിന് എന്ത് വാങ്ങിക്കാൻ സാരി വാങ്ങിക്കാൻ പോന്നടാ. ഹര മഹാരാജ് പൈസ ആവോനാ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നീലക്കുറിഞ്ഞി കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലല്ലോ. ഇതാണ് നീലക്കുറിഞ്ഞി. നമുക്ക് ഇതിനിടയിലൂടെ ഒരു അരുവി. വെള്ളം കണ്ടിട്ടില്ലാത്ത പിള്ളേരെ പോലെ കളിക്കുന്ന ജോമാൻ.
4 അതായത് നമ്മളിപ്പോൾ നിലവിൽ 3 മല കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സത്യം പറഞ്ഞാൽ 3ാമത്തെ മല. അടുത്ത ജുമന അവിടെ കാണിച്ചു. ഈ കാണുന്ന ഈ നേരെ ത്രൂഔട്ട് വരുന്ന 7ാമത്തെ മല, അതിന് മുകളിലേക്ക് 5, പിന്നെ 6, 7, 8, ഇത് 4. നമ്മളിപ്പോൾ നിൽക്കുന്ന 3ാമത്തെയാണ്. 4, 5, 6, 7, 8. അല്ലല്ല 4. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് നിലവിൽ 4ാമത്തെ മലയിലാണ്. ഇത് 5, അതിന് 6, 7, 8, 9 ഏറ്റവും ടോപ്പിൽ അതാണ് മീശപ്പുലിമല. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയും കൂടെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരു വാട്ടർഫാൾസ് കാണുന്നുണ്ടെന്ന് 5ൽ സൂം ചെയ്ത് കാണിച്ചു കൊടുത്തു. ആ വാട്ടർഫാൾസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ വാട്ടർഫാൾസിൻ്റെ പുറകിലൊക്കെ ഒരുപാട് സ്റ്റോറി ഉണ്ട്. അഖിലേട്ടൻ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്കത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. വെള്ളം എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ മീൻസ് ഈ പുൽത്തകടികൾക്കിടയിൽ നിന്നാണ് ഒരു അരുവി ക്രിയേറ്റ് ആവുന്നതും ആ അരുവി നേരെ റിവറായി കൺവേർട്ട് ആവുന്നത്, അങ്ങനെ ഓരോ കുറച്ച് കഥകൾ ഡീറ്റെയിൽ ആയിട്ട് അഖിലേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഇപ്പോൾ നിലവിൽ ഭൂമിയിലെ സ്വർഗത്തിലേക്ക് എത്തിയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണല്ലോ. ഇത് എത്രാമതാടാ? നമ്മളിപ്പോൾ 7 or 8 എന്തോ ആണ്. പക്ഷേ ഇത് ഇച്ചിരി ടാസ്ക് ആയിരുന്നു കേട്ടോ. ഇത് നല്ല ഇങ്ങനെ കുത്തനെ കിടക്കുന്നതായിരുന്നു. അപ്പോൾ ഈ ടോപ്പിലേക്ക് എത്തിയിട്ടില്ല, കുറച്ചുകൂടെ പോകാനുണ്ട്. അപ്പോൾ ഈ ഒരു തണല് കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങളിവിടെ നമുക്ക് വേണ്ടി ചെയ്തു വെച്ച പോലെ ഒരു മരം മരം വിളിക്കാം. അതെ, സംഭവം ഇതിൻ്റെ ഇലയൊക്കെ ഭയങ്കര പ്ലാസ്റ്റിക് കണക്കിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ഈ യാത്ര എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ എല്ലാ വീഡിയോസിലും ഇങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള വിഷ്വൽസ് കാര്യങ്ങൾ ഇതൊക്കെ മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇതിനകത്ത് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്കത് എത്രയാണെങ്കിലും കാണിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ പേഴ്സണലി വന്നറിയേണ്ട സാധനമാണ്. ഒന്ന്, യാത്രകൾ സത്യത്തിൽ ബോറിംഗ് ആണ് സത്യത്തിൽ. അതായത് നമ്മൾ ചെല്ലുന്ന ഡെസ്റ്റിനേഷൻ അടിപൊളിയായിരിക്കും, കിട്ടുന്ന കാഴ്ചകൾ അടിപൊളിയായിരിക്കും. അതിനപ്പുറത്തോട്ട് ഇതിനകത്തോട്ട് പോകുന്ന യാത്ര ചിലപ്പോൾ മേ ബി ഓരോരുത്തരുടെ ഗ്യാങ്ങും കൂട്ടുകാരും ഒക്കെ അനുസരിച്ചിട്ട് മേ ബി മാറാം. എല്ലാം മാറ്റം വരാം. 2 പേര് വന്ന് 2 പേര് ഒരു വശത്തോടെ നടന്ന് വരുമ്പോഴത്തേന് കുറേയൊക്കെ ബോറിങ് വശങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പുറത്ത് വിടുന്നത് എപ്പോഴും എന്തായിരിക്കും ഏറ്റവും നല്ല സംഭവങ്ങൾ പ്രൊഫൈലൊന്നും പുറത്ത് വരില്ല. അതെ, അതുപോലെ നമുക്ക് ഇതേപോലെ ഒരു പീക്കിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് എൻ്റയർ ഷൂട്ട് ചെയ്ത് അത് കാണിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് കാണുന്ന നിങ്ങൾക്കും അത് തന്നെ ബോറിംഗ് ആക്കി വരും. അതുകൊണ്ട് ആക്ച്വലി പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വീഡിയോയിലൂടെ കാണേണ്ടതുമല്ല. ഇത് നമ്മൾ കാണിക്കുന്നു, ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതിനപ്പുറത്ത് നമ്മളില്ല. ഒരു സാധനം, ഒരു നല്ലൊരു സാധനം നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും എന്ന് പറയത്തില്ലേ. നമുക്ക് കിട്ടുന്ന ആ ടോപ്പിൽ കിട്ടുന്ന റിസൾട്ടായിരിക്കും നമുക്ക് ആ ഒരു അവിടെ പോയി കഴിയുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. ആ ഒരു നമ്മുടെ ഡെയിലി ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു റുട്ടീൻ കണക്കായിരിക്കും. രാവിലെ പോവുക, ജോലിക്ക് പോവുക, വരിക, വീട്ടുകാരായിട്ടിരിക്കുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൽ നിന്നൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പൈസ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കാതെ നമ്മൾ ജസ്റ്റ് പോയി ചിലപ്പോൾ അത്രയും പൈസ ചിലവാക്കി ഇന്ന സ്ഥലത്ത് തന്നെ പോകണമെന്നല്ല, തൊട്ടടുത്ത് ഒരു 200 രൂപയ്ക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണും. ഏതൊരു സ്ഥലവും വൈബാക്കാൻ പറ്റുന്നത് നമ്മുടെ രീതി കണക്കിരിക്കും അല്ലേ. ചിലപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിച്ച ആംബിയൻസ് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ അതിനപ്പുറം ഒരു ഹാപ്പിനെസ് ചിലപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളത് മറക്കണം. നമ്മൾ ഈ ഡെയിലി ലൈഫിൽ നിന്നുള്ള ആ ഒരു സ്ട്രിക്റ്റ് സാധനങ്ങൾ അതൊക്കെ അങ്ങ് വിട്ടിട്ട് നമ്മളിങ്ങനെ എന്താ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്ത രീതിയിൽ ഫ്രീ ആയിട്ട് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്തിട്ട് യാത്ര പോവുക. അപ്പോൾ ഫാമിലി ആയിട്ടാണ് പോകുന്നതെങ്കിലും ഫാമിലീനെ ആ ഒരു വൈബിലേക്ക് കൊണ്ടുവരിക. ബാക്കി നമ്മുടെ ടെൻഷൻ, പ്രഷർ, കാര്യങ്ങൾ, ചിന്തകളെല്ലാം വിട്ടിട്ട് ഇതിനകത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. കുറച്ച് നേരത്തേക്കെങ്കിലും ആ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് കുറച്ച് മൊമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്കത് ആലോചിച്ചെടുക്കാൻ പറ്റും. നല്ല മെമ്മറീസ് കിട്ടുന്ന ഒന്നിനു വേണ്ടി ഒന്നിനെയും ഒഴിവാക്കാതിരിക്കുക, കൊണ്ടുപോകാൻ പറ്റുന്നതിനെ കൂടെ കൊണ്ടുപോകാം. അത്ര തന്നെ. നമുക്ക് മുകളിലേക്കുള്ള സത്യത്തിൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടാണ് ഇങ്ങനെ വന്നിരുന്നത്. അതെ, ആ സമയത്ത് ശരി നിങ്ങളോട് കുറച്ച് സംസാരിക്കാം എന്ന രീതിയിലാണ് ഇരുന്നത്. ഇനി കൊണ്ട് പോകാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് കയറാനുണ്ട്, ദൂരമുണ്ട്. നമുക്കപ്പോൾ ഇനി അടുത്തങ്ങോട്ട് പോയാലോ? ഓക്കെ, സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മൾ 9ാമത്തെ മല, നമ്മുടെ ഫൈനൽ
ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ നടന്നിട്ട് നാക്ക് ഒന്ന് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ദിസ് ഈസ് മല. ഓക്കെ, നമ്മുടെ ഫൈൻ ടോപ്പ് നോക്കൂ, വ്യൂ കാണിച്ചിരിക്കുന്നു. സീൻ എന്താ ഇത് ഫോണിൽ കാണുമ്പോൾ ഉള്ളൊരു ഫീൽ അല്ല, നേരിട്ട് കാണുമ്പോൾ. ഇത് എങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് അറിയത്തില്ല. സീരിയസ്ലി നമ്മൾ ഇത്രയും ഇത് നടന്ന് കയറി വന്നിട്ട് ഈ കിട്ടുന്ന വ്യൂ, ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഡാം 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 ഡാം. അതിലേട്ടാ ഇത് ഏത് ഡാമായിരുന്നു അതിലേട്ടാ? ഏത് ഏതാ? ആനയിറങ്ങൽ ഡാമാണ് ഈ കാണുന്നത്. ഓക്കെ, ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇതാണ് മീശപ്പുലി മല. ഓക്കെ, നല്ല അടിപൊളി വ്യൂ ആണ്. ഉണ്ടാകും നമുക്ക് പല സ്ഥലങ്ങളും, നമുക്ക് ഓൾമോസ്റ്റ് മൂന്നാർ, ഒരു ഇടുക്കി ഏരിയകളെല്ലാം നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കാണാൻ പറ്റും അല്ലേ ജമനെ? എന്താ പറയില്ല, സീൻ സ്ഥലം മൊത്തം കാണാൻ പറ്റുന്നൊരു ഏരിയ. ഞാൻ ഈ ഒരു കാര്യം ഞാൻ ക്യാമറ ഫ്ലിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് പറയണ്ടേ, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വിഷ്വൽസ്, കൊളുക്കുമല, വട്ടവട, ടോപ്പ് സ്റ്റേഷൻ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ കാണുന്നതാണ്. ഓക്കെ, അതിലേട്ടൻ നമുക്കായി ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നതാണ് ഈ പറയുന്ന ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റ്. അവിടെ കുറച്ച് ബിൽഡിങ്സ് കാണുന്നുണ്ടോ? ആ ബിൽഡിങ്സ് കാണുന്നതാണ് ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റ്. ടോപ്പ് സ്റ്റേഷന്റെ ഇപ്പുറത്തെ ഈ കാണുന്ന മലകളെ കാണുന്ന എല്ലപ്പെട്ടി ഏരിയ ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു വലിയൊരു മല ഉണ്ട്, അതിന്റെ പേരാണ് ജണ്ടാമല. അതിന്റെ താഴെയാണ് പഴത്തോട്ടം വരുന്നത്, വട്ടവട പഴത്തോട്ടം. അവിടെ നിന്ന് അടിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആ മലയുടെ തന്നെ അടുത്ത മുകളിലോട്ട് കയറുന്നതാണ് ഏത് നമ്മളുടെ കടവരി. ക്ലാവര അങ്ങോട്ട് പോകുന്നത്. ക്ലാവര പോകുന്നത് കൊടൈക്കനാൽ റൂട്ട്. ഓക്കെ, പിന്നെ ഈ കാണുന്ന പോയിന്റ് ആണ് ബന്ദർ. അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വയർലെസ് സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന ബന്ദർ. ഈ ബന്ദറും ആ ടോപ്പ് ലൈൻ എന്ന് പറയുന്നത് കേരള തമിഴ്നാട് ബൗണ്ടറിയാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതും കേരള തമിഴ്നാട് ബൗണ്ടറിയാണ്. ഇപ്പൊ നമ്മൾ നിലവിൽ നിൽക്കുന്നത് കേരള തമിഴ്നാട് ബൗണ്ടറിയാണ്. ഇത് തമിഴ്നാട്, ഇത് കേരളം. പിന്നെ വരുന്നതാണ് ആ ബോർഡർ ലൈനിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് കൊടൈക്കനാൽ ഹിൽസ് ആണ്. ആ പീക്ക് കാണുന്നില്ലേ, ആ പീക്കിന്റെ അപ്പുറ സൈഡ് കംപ്ലീറ്റ് കൊടൈക്കനാലാണ്. അത് തമിഴ്നാടിന്റെ ഏരിയയിൽ. പിന്നെ നമ്മൾ ഈ കാണുന്ന ഏരിയയിലാണ് നമ്മുടെ കൊരങ്ങണി ഫയർ ഇതില് ഇൻസിഡന്റ്. അത് ഈ പറയുന്ന വാലിയിലാണ്. കറക്റ്റ് ലൊക്കേഷൻ നമുക്കറിയില്ല. ഈ പറയുന്ന കൊരങ്ങണിന്ന് ട്രക്ക് ചെയ്തതാണ്. ട്രക്ക് ചെയ്യുന്ന സമയത്ത് വന്ന ഫയറിൽ ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ നമ്മൾ ഈ പറയുന്ന പൂപ്പാറ, ബോഡി നായ്ക്കലൂര്, അങ്ങോട്ട് കാണിച്ചാ പൂപ്പാറ, ബോഡി നായ്ക്കലൂര് എല്ലാം വരുന്നില്ലേ. ആ നീല കളർ ബിൽഡിംഗ് ആണത് മൂന്നാർ കാറ്ററിംഗ് കോളേജ്. ഓക്കെ, പിന്നെ ഇടുക്കി ഡാം. ഇത് ആനയിറങ്ങൽ ഡാമല്ലേ? ആനയിറങ്ങൽ ഡാം. ഓക്കെ, സീരിയസ്ലി നമുക്ക് ഫുൾ എൻ്റയർ മൂന്നാർ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. പിന്നെ വേറെ എവിടെയാണ് കാണാനുള്ളത്? ഇടുക്കി, ഓൾമോസ്റ്റ് ഇടുക്കി നമുക്ക് കാണാൻ പറ്റും ഫുള്ള്. ഇതിൽ പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു കല്ല് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കേരള തമിഴ്നാട് ബൗണ്ടറി ആയിട്ടല്ലേ? ബൗണ്ടറി ആക്ച്വലി ഈ സൈഡില് തമിഴ്നാടും ഈ സൈഡില് കേരളയാണ് വരുന്നത്. ഇതാണ് ബൗണ്ടറിയുടെ ബൗണ്ടറി ഡിമാർക്കേഷൻ. എന്തോ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതില്. ഇത് ആദ്യം നമ്മൾ ഈ പറയുന്ന ലാൻഡ് കംപ്ലീറ്റ് ടാറ്റയുടെ കയ്യിലായതുകൊണ്ട് KDHP കണ്ണൻദേവൻ ഹിൽസും തമിഴ്നാടിന്റെ ഇതുമായിട്ടാണ് ഡിമാർക്കേറ്റ് ചെയ്തേക്കുന്നത് ഈ ലാൻഡിനെ. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് പണ്ട് കാലത്ത് ഇട്ടുകൊണ്ട് തന്നെ ഈ പറയുന്ന മധുര രാജ്യവും അതുപോലെ തന്നെ കൊച്ചി രാജ്യവും അങ്ങനെ രണ്ടുമാന്ന് തോന്നുന്നു പഴയ കാലത്ത്. വരയാട് വന്നിരിക്കുന്നു. വരയാടോ? വരയാടുണ്ടോ? ആ വരയാട് അത് മെയിൽ അഡൽട്ട് വരയാടാണ്. മെയിൽ അഡൽട്ട് വരയാട് എന്ന് പറഞ്ഞാൽ അതിന്റെ പറയുന്ന പേരാണ് സാഡിൽ ബാഗ്സ്. അതിന്റെ പുറത്ത് ഈ കുതിരയുടെ ഒക്കെ മുകളിൽ സാഡിൽസ് വെക്കുന്ന പോലെ ഒരു പാട് കാണാം. അതായത് അഡൽട്ട് മെയിൽസിന് മാത്രമാണ് അങ്ങനത്തെ പാട് വരിക. അവരെപ്പോഴും സിംഗിളായിട്ടോ അല്ലെങ്കിൽ
സാഡിൽ ബാഗ്സിന്റെ മാത്രം ഒരു ഗ്രൂപ്പായിട്ട് നടക്കുന്ന ആടുകളായിരിക്കും. അതിനനുസരിച്ച് ഫീമെയിൽസിന്റെ കൂടെ ഒരിക്കലും ഉണ്ടാവില്ല, അത് മേറ്റിംഗ് സീസണിൽ മാത്രം ഉണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പോൾ എന്നാ നീ വെച്ച അപ്പോൾ ചെറിയൊരു ക്ലാസ് കിട്ടിയിട്ടുണ്ട്. ക്ലാസ് അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ എപ്പോഴും പോകുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവും. ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും സ്ഥലം കണ്ടുവരിക എന്നുള്ളതിനപ്പുറം ഒരുപാട് നോളജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ചോമന. അപ്പോൾ അഖിലേട്ടൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞതുപോലെ ഇത് തമിഴ്നാടും ഇത് കേരളവുമാണ്. എനിക്ക് തോന്നുന്നു മീശപ്പുലിമല ഒരു ബോർഡറാണെന്ന് ആ രീതിയിലാണ് സത്യം പറഞ്ഞാൽ നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വ്യൂ ടോപ്പിൽ വന്നിട്ടും അങ്ങ് വെയിലെന്ന് പറയുന്നുണ്ടല്ലോ, നമുക്ക് വെയിൽ കിട്ടുന്നുണ്ട്. പക്ഷെ എന്ത് പറയണ്ട, അങ്ങനെ ഒരു തണുപ്പുള്ള ആ വേറൊരു ടൈപ്പാണ്. നമുക്ക് അത്രയും എന്താ പറയണ്ടേ, ഇറിറ്റേറ്റിംഗ് ആക്കുന്ന രീതിയിൽ അങ്ങനൊന്നും അല്ല. മനസ്സിലാക്കേണ്ടത് 9 മണി എന്താ ആയിട്ടുള്ളൂ. 9 മണി ആയിട്ടുള്ളൂ. അത് ശരിയാണ്, 9 മണി ആയിട്ടുള്ളൂ. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേന് സത്യം പറഞ്ഞ് എനിക്ക് മൂത്രമൊഴിക്കാതെ ഈ ഒരു ക്ലൈമറ്റിക്കൽ ആംബിയൻസിൽ എടാ നാറി അങ്ങനെ ഒഴിക്കാൻ പാടില്ല കേട്ടോ. നമ്മള് ഒഴിക്കില്ല, തോന്നുന്ന ഫീലിങ്സ് ആണ് കേട്ടോ. ചാടില്ല, അതാണ് അതെ. അങ്ങനെ ഒരു ആംബിയൻസ് ഇവിടെ കിട്ടുമെന്നാണ് ജോബൻ പറയുന്നത്. പറക്കുമില്ലേ, ഒന്ന് ആലോചിച്ചൊക്കെ സൂപ്പർമാന്റെ ചെട്ടിയെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നേരെ പറഞ്ഞ പട്ടാടയിലേക്ക് അവിടുന്ന് വീഴുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയാണ് സത്യം. എത്ര ഞാനിങ്ങനെ സൂം ചെയ്യാം. നീ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ചാടി താഴേക്ക് പോകുന്ന ക്യാമറ ഉണ്ട്. നീ അതിന്റെ സൗണ്ട് ഇടണം. അതാണ്ട് ജോമോൻ ദ ഗൈസ്, നമ്മുടെ ജോമോൻ ഇവിടെ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മള് നേരത്തെ അവിടെ താഴെ പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് കണ്ട ആ മരം, ഇത് ആ ഒരു മരമാണത്. നല്ല ഫ്ലവറിലെ നന്നായിട്ടുണ്ടല്ലേ കാണാൻ. ഈ ഫ്ലവറിന് എന്തോ ഒരു എന്തൊക്കെയോ ജിബിർ കിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അതിലേട്ട് ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. സീരിയസ്ലി നല്ല ഫ്ലവർ കേട്ടോടാ. ജോമോൻ ഇത് ആത്മഹത്യ ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാടല്ലേ ജോമോനെ. നമുക്ക് തിരിച്ച് ഇതുവഴിയാണ് ഇറങ്ങി പോകേണ്ടതെന്ന് തോന്നുന്നു കേട്ടോ. അതിലാണ് അവിടെ നമ്മൾ വന്നപ്പോ റൈറ്റ് ഓക്കെ. അതുവഴി കയറിയിട്ട് ആ മലയുടെ സൈഡിൽ കൂടി കാല് വെല്ലം തെന്നിപ്പോയാൽ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇതിനകത്ത് സംഘത്തോടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഗ്യാങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഊക്ക് കൊണ്ട് ഏറി കയറാൻ പറ്റിയ സ്ഥലമാണ്. ഒന്നാമത് നമ്മൾ ഉയരത്തിലായിരിക്കും, കുറച്ചുകൂടെ ഏറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉയരത്തിലും. അതെ, ഉയരം കൂടുന്നവർ ഊക്കിന്റെ എണ്ണവും കൂടും, കയറുന്ന ഹൈറ്റ് കൂടും. കാരണം നമ്മളിപ്പോ തന്നെ കയറി വരുന്ന വഴിക്ക് ഒരുപാട് വെള്ളി അങ്ങനത്തെ വർത്തമാനമൊക്കെ ഒരുപാട് വീണു. രണ്ടുപേരായതുകൊണ്ട് കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. സത്യം, ആളെണ്ണം എല്ലാം കൂടുതലായിരുന്നെങ്കിൽ സത്യമായിട്ട് പറഞ്ഞേനെ. റിയലി ഇവിടെ നിങ്ങൾ വരേണ്ടത്, നിങ്ങളുടെ നല്ലൊരു ഗ്യാങ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗ്യാങ്ങുമായിട്ടൊക്കെ വരിക. ആ ഗ്യാങ്ങും ഒക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് കിട്ടുന്നൊരു ആംബിയൻസ്, അതുപോലെ തന്നെ ആ ഒരു മെമ്മറി ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതേ കണക്കത്തെ സാധനമായിരിക്കും. നമുക്കപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കാം. ഇരിക്കാൻ പോകുന്ന സ്ഥലം അതിന് മുന്നേ ഞാനിന്ന് കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഈസ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ നേരെ താഴേക്ക്. ഓക്കെ, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ള് കാണാം, ഒന്നുമില്ലതെ ഗ്രൗണ്ട് കാര്യങ്ങൾ വരെ കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയൊന്ന് ഭൂപ്രദേശം താഴെ ഇങ്ങനെ നിരന്ന് അവിടെ ഇവിടെയൊക്കെ ഓരോ വെള്ളവും അത് ഇതൊക്കെ കാണുന്നുണ്ടോ? നല്ല ഡാമും അത് ഇതൊക്കെ ആയിരിക്കും അല്ലേ? മനസ്സിലാവുന്നില്ല എന്താ ഈ ക്യാമറയിലൂടെ കാണുന്നതിനേക്കാളെല്ലാം അതിനുപരി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മൾ റിയാലിറ്റിയിൽ കാണുമ്പോൾ. ഈ മലയൊക്കെ എന്തോ ഒരു വലിയ ആചാന ബാഹു കണക്കത്തെ കുറെ മലകള് ഒരേ ടൈമിൽ പേടിയാവുന്നുണ്ട്, എടുത്ത് ചാടാനും തോന്നുന്നുണ്ട്, എന്തൊക്കെയോ ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നുണ്ട്. അതേപോലത്തെ ഒരു ടൈപ്പ് സ്ഥലം. അത് ദുൽഖർ സൽമാൻ പറഞ്ഞ പറച്ചില് കറക്റ്റ് പറച്ചിലാണ്. ആലോചിക്കില്ലേ? ഇനി പുള്ളി പറഞ്ഞ ഒരു മാജിക് മഷ്റൂമും കൂടെ കാണണം. എന്തായാലും ഞങ്ങൾ മീശപ്പുലി മല ഇനി പറയാനല്ല പുള്ളി ഡിക്യൂരെ ടാഗ് ചെയ്തിട്ടുണ്ടോ? മീശപ്പുലി മല ഞങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതില് നമ്മളിത് വ്ളോഗ് ചെയ്യുന്നു, കാണിക്കുന്നു.
എല്ലാം ഓക്കെ. പക്ഷേ ഇപ്പം ഇത് നമ്മളിവിടെ ഈ ഒരു ഏരിയയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ട് ഇത് ക്യാമറയിൽ എടുക്കാനായിരിക്കരുത് ആരും ട്രൈ ചെയ്യേണ്ടത്. അതെ, ആക്ച്വലി നമ്മളിപ്പോൾ ഇത് വീഡിയോ എടുക്കുമെങ്കിലും വീഡിയോ എടുത്ത് കുറേ നേരം നമ്മൾ ഇതെല്ലാം എൻജോയ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് അടുത്ത സ്പോട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരൊക്കെ അവർ തിരിച്ചിപ്പോൾ എത്തിക്കാണും. നമ്മളിപ്പോഴും ഇത് എടുക്കുന്നതിന് കാര്യം നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ആ ഒരു സ്പോട്ടിലിരുന്ന് ഞങ്ങളുടേതായ രീതിയിൽ ആ ടൈം സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയുടെ നമ്മൾ ഇന്നത്തെ ട്രക്കിങ്ങിന്റെ തുടക്കത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് വന്നിരുന്നത്. അവരൊക്കെ സത്യം പറഞ്ഞപ്പോൾ എവിടെ നിന്ന് അറിയാം, നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് ബാച്ച്. ആ മലയിൽ ഫസ്റ്റ് വന്നത് നമ്മളാണ്. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മള് ഇത് ഇത്രത്തോളം എന്താ പറയണ്ടേ എൻജോയ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്ത് അതിനൊപ്പം ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ച് അങ്ങനെ ആ ഒരു നമ്മൾ വ്ലോഗ് ചെയ്യുന്നത് കൊണ്ട് ഇത് കാണിക്കുന്നു. പക്ഷെ അതിനപ്പുറത്തോട്ട് ഇത് ശരിക്കും കണ്ണുകൊണ്ട് തന്നെ എൻജോയ് ചെയ്യുക. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതിന് ശേഷം മാത്രം വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യുക. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ആക്ച്വലി എല്ലാം ചെയ്യേണ്ടത് നമ്മൾ എൻജോയ് ചെയ്യുക, ഒപ്പം മറ്റുള്ളവരെ എൻജോയ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വരുന്നവരൊക്കെ ഇത് കാണുക, കണ്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും. മേ ബി ഒരു തവണ മീശപ്പുലി മല വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ചിലപ്പോൾ വരാൻ തോന്നില്ലായിരിക്കും. കാരണം അത്രയ്ക്കും കയറി ഇറങ്ങി നമ്മൾ ആ വന്ന വഴിയൊക്കെ ചിലപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ തോന്നില്ല. കാരണം അതുപോലെ നമ്മൾ അത്രയും 9 മലയൊക്കെ ചാടി കയറി നടന്ന് ക്ഷീണിച്ച് ടയർഡായ ഒരു പരിപാടിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ തിരിച്ച് ഇനിയും മീശപ്പുലി മല തന്നെ സെലക്ട് ചെയ്യില്ലായിരിക്കും, വേറെ അടുത്ത സ്പോട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഒരു തവണ ആ സ്പോട്ട് വരുമ്പോഴത്തേന് മാക്സിമം ആ ഒറ്റ തവണ കൊണ്ട് മാക്സിമം അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. പിന്നെ നമ്മൾ ഈ വന്നതിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് എടാ നമ്മൾ മീശപ്പുലി മലയിൽ പോയിട്ട് നമ്മളത് പറ്റിയില്ലല്ലോ, കാരണം അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പ് പോയിട്ട് ഞങ്ങൾ ചിന്നാറിൽ പോയിട്ട് ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസ് ഉണ്ട് അവിടെ. ഞങ്ങൾ സത്യം പറഞ്ഞ ഈ സാധനം എന്താ പറയുക വണ്ടിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ജീപ്പ് ട്രക്കിംഗ് ഉണ്ടായിരുന്നു, അല്ല ജീപ്പ് റൈഡ് ഉണ്ടായിരുന്നു. ആ റൈഡിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വാട്ടർഫോൾസ് ഇങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, ദൂരെ നിന്ന് ഞങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ അവിടേക്ക് പോകാനുള്ള ഒരു ഇത് പറ്റിയിട്ടില്ല. അല്ല, നമ്മൾ ശരിക്കും ഈ മൂന്നാർ വന്ന് ചിന്നാർ പോയിട്ട് നമ്മൾ പാക്കേജ് എടുത്തു. അപ്പൊ ചിന്നാറിലെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നേരെ അടുത്ത ഈ ചിന്നാറിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് അടുത്ത സ്പോട്ട് നമുക്ക് വട്ടവട. അപ്പൊ നമ്മള് ടൈമില്ല, നമുക്ക് ചിന്നാറിന്ന് ഇറങ്ങിയ നേരെ ഇനി വട്ടവട പോക്കണം. വട്ടവട 5 മണിക്കുള്ളിൽ നമുക്ക് 5 മണിക്ക് ഫോറസ്റ്റ് ക്ലോസ് ചെയ്യും. അപ്പൊ അതിന് മുന്നേ നമുക്ക് അവിടെ എൻട്രി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടടിച്ച് പോകണം. അതിന് മുന്നേ ഉള്ള ലാസ്റ്റ് ട്രക്കിങ്ങിലാണ് നമ്മൾ ശരിക്കും ഓപ്പോസിറ്റ് ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ് കാണുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്തും ഇരച്ചിൽപ്പാറ അത്ര ഒരു ഇതായിട്ട് തോന്നില്ല. എവിടെയാണ് ഹൈക്കായത് വെച്ചാൽ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തി കഴിയുമ്പോൾ നോക്കിയപ്പോൾ ഇരച്ചിൽപ്പാറയുടെ കുറേ റീൽസ് ഇങ്ങനെ വന്നു. അപ്പോഴാലോചിച്ചപ്പോൾ ഇത് നമ്മൾ ആ കണ്ട സ്ഥലമല്ലേ, ഈ സ്ഥലം മിസ് ചെയ്തില്ല. അപ്പൊ അത് ഇനിയുള്ള ഒരു യാത്രയിലും വരരുതെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ റീൽ കണ്ട സ്ക്രോൾ സമാധാനം പോകും. അപ്പോൾ കാരണം വീണ്ടും ഇതിന്റെ മണ്ടയിലേക്ക് വന്ന് കയറി നമ്മള് ആ ഒരു വിശ്വാസത്തിലേക്ക് പോവാന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. പിന്നെ വേറൊരു കാര്യം, എനിക്ക് മറ്റുള്ള ഏത് സ്ഥലത്തേക്കാളും മൂന്നാർ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തുകൊണ്ടാന്ന് അറിയത്തില്ല, മൂന്നാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മൂന്നാറിൽ വരണം എന്നുള്ള ശരിക്കും മീശപ്പുലി മലയിൽ വരുന്നെന്ന് പറഞ്ഞിട്ടല്ല വന്നത്. മൂന്നാർ ഞങ്ങൾക്ക് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ രാവിലെ അഖിലേട്ടനെ വിളിക്കുമ്പോഴാണ് അറിയുന്നത് മീശപ്പുലി മലയിലേക്കാണ് നമ്മൾ പോകുന്നത്. എക്സൈറ്റഡ് ആകെ ഒരു ജോഡി ഡ്രസ്സും എടുത്തിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ കുഴപ്പമില്ല, എല്ലാ ദിവസവും ആ ഡ്രസ്സ് തന്നെ ഇടാം, മീശപ്പുലി മലയല്ലേ. ഇവിടെ പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്, വിയർക്കില്ല. വിയർക്കാറില്ല, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തായാലും വരുന്നവരും അതുപോലെ എക്സ്പ്ലോർ ചെയ്യുക. പക്ഷേ എൻ്റെ ഒരു ഡ്രീം ലൊക്കേഷൻ ആയിരുന്നു ഇത്. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ, ഏകദേശം ഒരു 6 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ വട്ടവടയിൽ 1 ഇയർ വർക്കിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഒരുപാട് വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഒരു വിഷ്ണുവേട്ടനുണ്ട്, എൻ്റെ ട്രാവൽ ബഡ്ഡി ആയിരുന്നു. നല്ല അടിപൊളി ഒരു പാർട്ട്ണറായിരുന്നു. അപ്പോൾ ആളിപ്പോഴും ട്രാവൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിച്ചാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് എൻ്റെ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസിൽ എനിക്ക് പറ്റിയിരുന്നില്ല. അതിനിടയിൽ ഞാൻ ട്രാവൽ ചെയ്തു, പക്ഷേ വീണ്ടും മൂന്നാറിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് ആക്ച്വലി ഞങ്ങളുടെ ഗ്യാങ്ങുമായിട്ടാണ് വന്നത്. അതിനുശേഷം എനിക്ക് അപ്പം തൊട്ടേ ഞാൻ ലാസ്റ്റ് വിഷ്ണുവേട്ടനായിട്ട് പോയത് കൊളുക്കുമലയിലായിരുന്നു പോയത് ഇവിടെ നിന്ന സമയത്ത്. അപ്പം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മീശപ്പുലി മലയിൽ പോകണം അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, എന്താ പറയണ്ടേ, മീശപ്പുലി മലയിൽ എങ്ങനെ പോവാം കാര്യങ്ങൾ, ആ സംഭവങ്ങളൊക്കെ നോക്കി വെച്ചിരുന്നു. അപ്പോൾ മീൻസ് അത്യാവശ്യം പൈസയും ആവുന്നുണ്ട്. ആ സമയത്ത് നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹം
മാറ്റി വെച്ചിരുന്നതാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു ആഗ്രഹം ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് അവിടെ എത്തിക്കുമെന്ന് പറയുന്നത് പോലെ അഖിലേട്ടനിലൂടെ നമ്മൾ ഇവിടെ എത്തിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഒരു ഇവിടെ എനിക്കതെങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. അത്രയും ഹാപ്പിയിലാണ് ഞാൻ ഇവിടെ മീശപ്പുലിമല ട്രക്ക് ചെയ്ത് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ. ഇല്ല ശമനെ, അതുപോലെ തന്നെ നമ്മൾ ആ വരുന്ന മൊമെന്റിലൊക്കെ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യും. പ്രത്യേകിച്ച് ഗ്യാങ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സീനായിരിക്കും. ആ ഒരു രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എപ്പോഴും നമുക്കത് മെമ്മറബിൾ ആയിരിക്കും ഈ ഒരു യാത്ര. അതുപോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഇതെൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഫസ്റ്റത്തെ ട്രാവൽ വ്ളോഗാണ്. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ കുറച്ചേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെ നേരത്തെ പറഞ്ഞതിന്റെ പേരിലാന്ന് സൂര്യന് നല്ല വെയിൽ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ആ തണുപ്പൊക്കെ എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ. സൂര്യൻ ഇനിയും കടുപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ വേഗം തന്നെ ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് ഇവിടുന്ന് സ്ഥലം വിടട്ടെ. ഇതാണ് നമ്മളിപ്പോൾ റിട്ടേൺ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് തമിഴ്നാട് അതുപോലെ കേരള സെപ്പറേറ്റ് ചെയ്യുന്ന സർവേ കല്ലെന്നൊക്കെ പറയില്ല, അതേപോലത്തെ KDHന്റെ കല്ലാണ് കേട്ടോ. അല്ല KDയുടെ ഏതാ KDH എന്തോ കണ്ണൻദേവൻ. ഓക്കെ, ആ ഓക്കെ. പണ്ട് കണ്ണൻദേവൻ ഹിൽസ് ആയതുകൊണ്ട് ആ സമയത്ത് ഇട്ട കല്ലുകളാണ് കേട്ടോ KD എന്നുള്ള രീതിയിൽ. ഇത് പൈൻ ഫോറസ്റ്റ് ആണ്. ഇതിനുള്ളിലാണ് മാജിക് മഷ്റൂം വരുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ കാണാൻ പറ്റിയല്ലോ, നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല വഴിക്കലുണ്ട്, നല്ല വഴിക്കലുണ്ട് കേട്ടോ. നല്ല തെല്ലുമുണ്ട്. ഒരെണ്ണം വന്നു. എടുക്കാ വേറൊരു മഷ്റൂം. മാജിക് മഷ്റൂം ഇല്ല. എന്നിട്ട് നോയിക്കോട്ടെ എവിടെയെങ്കിലും കാണുന്നുള്ളത്. പെട്ടെന്ന് ഇതിനകത്തൂടെ ഒരു പുലി ചാടി വരുന്നു. ഞാനതാണ് പറയാൻ വന്ന. ഇപ്പോഴല്ലേ ഒരു ഫോറസ്റ്റിന്റെ ഫീലിങ്സ് കിട്ടുന്നുണ്ടോ? അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറിയ സൗണ്ടുകൾ, സൈലൻസ്. ചുമ്മാ പറഞ്ഞ പോലെ ഒന്ന് കയറി കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. പാമ്പൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ആംബിയൻസ്. അവിടുന്ന് ദൂരെ എവിടെയോ ഒരു അരുവിയുണ്ട് കേട്ടോ, അതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വേറൊരു മഷ്റൂം, നോർമൽ മഷ്റൂം. മഷ്റൂം കിട്ടുമായിരിക്കും അല്ലേ? കിട്ടിയാൽ കിട്ടിപ്പോയി. Guys, this is കിട്ടിപ്പോയി. Guys, this is magic mushroom. Okay. മോനെ ഇത് സീനാന്ന് തോന്നുന്നു. മാജിക് മഷ്റൂം സീനല്ലേ? ഇപ്പൊ എന്തോത്തിനാണ് നിനക്ക് മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാനാ? ഷൂട്ട് ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ കിട്ടിയില്ലടാ. അത് സീനല്ലടാ. മാജിക് മഷ്റൂം ഓലക്കാതെ ഇതല്ലേ സാധനം? അത് മാജിക് മഷ്റൂം അല്ല, അത് വേറെ ഏതോ വയറിളക്കണ മഷ്റൂമാ. ഇനിയും തേയാനായി ആരമലിന്റെ ജീവിതം പിന്നെയും ബാക്കി. ഗൈസ്, നമുക്ക് ഇതാണ് മാജിക് മഷ്റൂം എന്ന് വിശ്വസിക്കാം. നമ്മളാരും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതാണ് മാജിക് മഷ്റൂം എന്ന് വിശ്വസിക്കാം. ഇവിടെ അത്യാവശ്യമുണ്ട്, നമുക്ക് അടുത്തേക്ക് പോയി നോക്കാട്ടോ. ഓടിത്തെറിക്കുമോ എന്ന് നമുക്കറിയില്ല, ഇടി കിട്ടുമോന്നും അറിയില്ല. ഇല എന്തെങ്കിലും ഉണ്ടാക്കി പറിച്ചു കൊടുക്കായിരുന്നല്ലേ ഗായ്സ്. ദിസ് ഈസ് വരയാട്. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്, ഇടി കിട്ടുമല്ലോ എന്നറിയില്ല. അതുമല്ല വന്യജീവിയാണ്, അതുകൊണ്ട് നമ്മൾ തൊടാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്ര അടുത്ത് വരാൻ പറ്റിയ സന്ന ഹാപ്പി. അതാ വരയില്ലല്ലോ. അതായിരിക്കും മിക്കവാറും. ഇവിടെ ഉണ്ട് ഇങ്ങോട്ടുണ്ട് അത്യാവശ്യം. നമ്മുടെ ക്യാമ്പ് ഫയർ ഏരിയ കേട്ടാ.
ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കൂ, ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കൂ. ഇവിടെ വാ, ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഹലോ, ഞാൻ ഒന്നും ചെയ്യില്ല, വാ. അപ്പോൾ ഒരെണ്ണം പുറകെ കൂടെ വന്നിട്ട് ഒറ്റ ഇടി. റൊണാൾഡോ ഇല്ലാതായി പോയി. എന്താ ഇവിടെ നമുക്ക് ഇന്ന് പുതിയ 2 സ്പെഷ്യൽ അതിഥികളുണ്ട് ഇവിടെ. ഇതിൻ്റെ പേര് സുഗു, അതിൻ്റെ പേര് സുഗുണൻ. ഓക്കെ, ഇനി നമ്മുടെ ജോമോൻ ആടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. മൈക്ക് കാണുന്നില്ല. സുഹൃത്തുക്കളെ, മക്കളെ, ബ്രോ, എൻ്റെ പേര് ജോമോൻ. ക്യാൻ ഐ ടേക്ക് എ ഫോട്ടോ വിത്ത് യു ബ്രോ? എടുത്തോടാ. എന്താണത്? എന്താണാ പോയത്? ഒന്നും അറിയാമോ? ജോമ ഇപ്പൊ പറയാനായിട്ട് ജോലി. അതെ, അവിടെ മൂന്നാറുണ്ട് കേട്ടാ. ഇത് വേണ്ട, അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഇത് സുഷമ്മ, ഇത് സുശീല, ഇത് സുഗുണൻ. ഇവരെല്ലാവരും ഉണ്ട്. ഇവരുടെയൊക്കെ രാജാവ് യഥാർത്ഥത്തിൽ ഞാനാണ്. ഓക്കെ, ഞാനാണ് ഇവരുടെയൊക്കെ രാജാവ്. സീരിയസ്ലി ഒന്നും ചെയ്യില്ല. ഞാൻ എന്താ ഇവരുടെ കൂടെ കിടക്കുകയാണ്. ഹായ് ഗൈസ്, എക്സ്ക്യൂസ് മീ. ഹലോ ഗൈസ്, എന്താ സുഖമല്ലേ? കാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, ഹായ്. യാ, നിങ്ങളെങ്കിലും നമ്മളൊന്ന് കണ്ടന്റ് ഒന്ന് വൈറലാക്കുക. ഓക്കെ, ഇങ്ങനെ വരിക. ഇതെന്താ കാണിക്കുന്ന? ഇത് നോക്കുക, ഇവിടെ ക്യാമറ ഇവിടെയൊക്കെ കൊണ്ടുവരിക. ഇത് കണ്ടോ, ദിസ് ഈസ് മൈ ഫ്രണ്ട്സ്. ആക്ച്വലി ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്, നല്ല ഉറ്റ സുഹൃത്തുക്കളാണ്. സുഗുണ, സുഗുണ വിളി കേൾക്കുന്നുണ്ടോ? ഹായ് സുഗുണ, എൻ്റെ ഒന്നും ഇല്ല, തരാനൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ വളരെ ശാന്തശീലരാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അടുത്തിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് ടീമിലെ ക്യാപ്റ്റൻ അതാന്ന് തോന്നുന്നു കേട്ടാ. അഖിലേട്ടാ ഗായ്സ്, അപ്പോൾ നമ്മുടെ മീശപ്പുലിമല ട്രക്കിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തിരിച്ച് ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അഖിലേട്ടൻ വരുന്ന സമയത്തെ പറഞ്ഞിരുന്നു ഇന്നലെ ക്ലൈമറ്റ് അത് അത്ര അടിപൊളിയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ വരുന്ന സമയത്ത് ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു, മഴ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിനക്ക് അത് കാണാൻ പറ്റില്ല. മീൻസ് ഓൾമോസ്റ്റ് സാധനങ്ങൾ ഇവിടെ വന്നതിൽ പല കാര്യങ്ങൾ കാണാൻ പറ്റില്ല എന്നുള്ള മെത്തേഡിലായിരുന്നു പറഞ്ഞിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ പറ്റില്ല, സൺറൈസ് കാണാൻ പറ്റില്ല, വരയാടിനെ കാണാൻ പറ്റില്ല, ഇങ്ങനെ പല കാര്യങ്ങളില്ലേ ജോനെ, പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന സാധനം ഒരു പോയിന്റിൽ നമുക്ക് ഒരു പോയിന്റിൽ നമുക്ക് കിട്ടുമെന്ന് പറയുന്ന പോലെ ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് കിട്ടി. ഇന്നലെ അങ്ങനെ ഒരു നെഗറ്റീവ് രീതിയിൽ ക്ലൈമറ്റ് വന്നെങ്കിലും എന്ത് പറയണ്ടേ, സമയമായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സൺസെറ്റ് കിട്ടി. അത് ഞങ്ങൾ കവർ ചെയ്തു. അടുത്ത ദിവസം രാവിലെ സൺറൈസ് ഇത്രയും ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതിനകത്ത് ഫസ്റ്റ് കയറിയിട്ട് സൺറൈസ് പൊങ്ങി തുടങ്ങുമ്പോൾ തൊട്ട് കാണാൻ പറ്റിയത് ഞങ്ങൾക്കാണ് സത്യം അല്ലേ. അതേപോലെ ഒരുപാട് മേളിലെത്തിയത് ഞങ്ങൾ തിരിച്ചിറങ്ങിയത് ഞങ്ങൾ. അതിനൊക്കെ തന്നെ നമ്മൾ പോകുന്നതിന് ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് ലോങ്ങിൽ നിൽക്കുന്നത് ഞാൻ എന്താ പറയുക ഇങ്ങനെ സൂം ചെയ്ത് എന്താ പറയുക 15 ഇട്ടിട്ട് എന്താ പറയുക നമ്മൾ സൂം ചെയ്തിട്ട് വരയാടിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം യാദർച്ഛികമായിട്ട് കാണുന്ന ഒരു സാധനം എന്നുള്ള രീതിയിൽ വ്ളോഗിൽ കാണിക്കാന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ആ സാധനം ലാസ്റ്റ് ഞങ്ങൾ തിരിച്ച് ഇവിടെ എത്തിയപ്പോഴത്തെ കിട്ടി. ആ ഗൈറ്റ് മുമ്പിൽ കിട്ടി. നമ്മളെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്ന പോലെ അതിൻ്റെ അടുത്ത് പോയി കിടക്കുക, ഇരിക്കുക, എന്താ പറയണമെന്നറിയാം. അത്രയും ഹാപ്പിനെസ്. ആ ഒരു 1-2 ഒന്നുമല്ല, ഒരു കൂട്ടം സാധനമാണ് അതിന്റെ റിയൽ ഗോഡ്സ്. അതെ, റൊണാൾഡോ അവര് നമ്മുടെ അടുത്ത് കുറെ റെസ്ട്രിക്ഷൻസ് പറഞ്ഞായിരുന്നു. അതിനെ തൊടാൻ പാടില്ല, അതിനെ ഫീഡ് ചെയ്യാൻ പാടില്ല. അതെ, മീൻസ് വന്യജീവിയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള കൊടുക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മള് ദൂരെ നിന്നിട്ടാണ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുള്ളത്. എന്നാലും അടുത്ത് പോയി നമ്മള് തൊടുക, അതേ കണക്ക് തന്നെ എന്താ പറയണ്ട, അതിന് നമ്മുടെ കയ്യിലുള്ള ഫുഡ് കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. ഇനി നിങ്ങളാരെങ്കിലും ഒക്കെ വരുവാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ സെറ്റ് നമ്മള്
അതായത് കിട്ടേണ്ടതെല്ലാം കിട്ടി. എല്ലാം കിട്ടി. ആക്ച്വലി മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് കോട കൊണ്ട് മൂടും. നമുക്ക് സത്യം പറഞ്ഞാൽ മീശപ്പുലിമലയിൽ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ കോട മൂടുന്നതല്ല നമുക്ക് സത്യം പറഞ്ഞാൽ വേണ്ടത്. നമുക്ക് അതിൻ്റെ വ്യൂ, കോട മൂടുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫുള്ള് ചുറ്റ് 360 വരുന്ന വ്യൂ ഒന്നും കാണാൻ പറ്റത്തില്ല. മലയുടെ അപ്പുറത്തെ സൈഡിലെ വ്യൂ ഒന്നും തന്നെ കിട്ടത്തില്ല. പക്ഷേ അവിടെ നിന്നിട്ട് തണുപ്പ് കൊള്ളുന്നതും കോട മൂടുന്നതും അതും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെ ഞങ്ങൾക്ക്. പക്ഷേ അത് രണ്ടും കിട്ടി. നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സൺറൈസ് കാണുന്ന പോയിന്റിൽ ഫസ്റ്റ് പോയി അവിടെ കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാണ്ട് ഓൾറെഡി അവിടെ കുറേ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് അവിടെ വന്ന എല്ലാ ഗസ്റ്റുകളും പോയതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ നടന്നു പോകാൻ തുടങ്ങിയത്. നമ്മൾ പിന്നെ ട്രക്ക് ചെയ്ത് അങ്ങ് ചെന്ന് നമ്മളവിടെ ഏറ്റവും അവസാനം എത്തുമ്പോൾ അവിടെ ആരുമില്ല. നമ്മൾ ചെന്നപ്പോൾ നമുക്ക് വ്യൂ പോയിന്റ് കിട്ടി. നമ്മൾ ഫുള്ള് കണ്ടതിന് ശേഷം കണ്ടു, കവർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ശരി ഒരു 5 മിനിറ്റ് ഇരിക്കാന്ന് വിചാരിച്ചു ഇരുന്നപ്പോൾ അവിടെ നമുക്ക് ഇടുക്കി ഡാം വരെ കാണാൻ പറ്റും. അതെ, പെട്ടെന്ന് കോട കയറി. അപ്പോ സത്യം പറഞ്ഞാൽ അത്രയും ടോപ്പിൽ നിന്നിട്ട് കോട മൂടിയുടെ ഒരു തണുപ്പ്, കാറ്റ്, അതല്ല അത് ഞങ്ങൾക്ക് സത്യം ഫുൾ എക്സ്പ്ലോർ ചെയ്ത് അതിനുശേഷം മഴക്കാറ് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി റൂമെത്തി ഫുഡ് കഴിച്ചിട്ടിരിക്കുമ്പോ നല്ല പൊരിഞ്ഞ. അതുപോലെ നമ്മളെല്ലാവരും ഭയങ്കര നോർമലി ആളുകൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ് മാജിക് മഷ്റൂം. അപ്പോൾ അതും നോർമലി ഇവിടെ ഈ നമ്മൾ വരുന്ന ആ ഒരു ഏരിയയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടു. അപ്പോൾ ഞങ്ങൾ അത് നോക്കാനായിട്ട് പോയി, കിട്ടിയില്ല. പക്ഷെ നമുക്ക് അതിന് പകരം വേറെ കുറെ മഷ്റൂംസ് കിട്ടി. മഞ്ഞ റെഡ് ഒക്കെ കിട്ടി. ഓറഞ്ച് കളർ, റെഡ് അല്ല ഓറഞ്ച് കളറിലേക്കാണ്. അപ്പൊ മാജിക് മഷ്റൂം നമുക്ക് കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ല. കാണാനൊരു ക്യൂരിയസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെ, അത് നമ്മളങ്ങനെ ഉപയോഗിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ ഒരു ക്യൂരിയോസിറ്റിയുടെ നമ്മളത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ അതെ, ആരാണെങ്കിലും ഇത് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ളൂ അല്ലേ, അങ്ങനെ കാണണമെന്നുള്ള രീതിയിൽ നമ്മളത് കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ചേട്ടനും ചേച്ചിയാണെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കുന്ന കണക്കത്തെ മീൻസ് ഫിറ്റ്നസ് നമുക്ക് ഉച്ചക്ക് എന്താ ചോറ്, ബീട്രൂട്ട് തോരൻ, ക്യാബേജ് തോരൻ, സാമ്പാർ, ചിക്കൻ കറി, പിന്നെ ഇന്നലത്തെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ എഗ് ഓംലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം, രസം, പപ്പടം, അച്ചാർ, ഇങ്ങനെ ഇത്രയും സൂപ്പർ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഫുഡ്. ഇന്നലെ നൈറ്റ് ആവട്ടെ എന്നോട്. പക്ഷെ രാവിലെ നമ്മൾ ബ്രെഡ് ഇതൊക്കെ കഴിച്ചിട്ട് പോയി. സ്വാഭാവികമായിട്ട് ഇവർ നേരത്തെ പോയിട്ട് നേരത്തെ തന്നെ ഇറങ്ങും. ഒരു 10 മണിക്കുള്ളിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പുട്ട്, കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്കത് കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ഞങ്ങൾ അത്രത്തോളം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് ഇനി മീശപ്പുലിമലയില് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇവൻ ആദ്യം ഇവിടുന്ന് ഞാൻ പോകുമ്പോഴത്തേന്ന് പറഞ്ഞ് ഇവിടെ ഇത്രയും മുകളിലായോണ്ട് ഇവിടെ കൊതുകില്ല, ഈച്ചയില്ല എന്ന് പറഞ്ഞ്. അപ്പൊ ആദ്യം ഞാൻ കൊതുകിനെ കണ്ട്, അപ്പൊ ഞാൻ ആദ്യം ഈച്ചയെ കണ്ട്. ഈച്ച ഇവിടെ ഉണ്ട്, ചിലപ്പോ ഈച്ച വരൂടാ. അത് കഴിഞ്ഞ് കുറച്ച് വന്നൊരു സ്പോട്ടിൽ പോയി ഇരിക്കാൻ തന്നെ അവിടെ മൊത്തം കൊതുക്. അപ്പൊ ഞങ്ങളുടെ കൊതുകല്ലെന്ന് തോന്നുന്നത്. ഞാൻ കൊതുക് നോക്കിയാ ഇത്ര ഹൈറ്റിലേക്കൊക്കെ ഇതൊക്കെ വരില്ല. ഇതെല്ലാം കഴിഞ്ഞ് കൊതുകിനെ കണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ കൊതുകിനെ കണ്ട. ഞാൻ പറഞ്ഞു ഇനി പാമ്പിനെയും കൂടെ ഉള്ളു കാണാൻ. ചോദിച്ചു നിനക്ക് പാമ്പുണ്ടാവും. ഞാൻ പാമ്പൊന്നും കാണത്തില്ല ഇവിടെ, സർവേ ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, നടന്നു വരുമ്പോ കൊണ്ട് ഒരു സാധനം എന്റെ കാലി കുടി ക്യാമറ ഓണായിരുന്നെങ്കിൽ നല്ല സൂപ്പർ സാധനം കിട്ടിയല്ലോ. പച്ചിലപ്പാമ്പാണ്, ഇത്രേ ഉള്ളൂ സാധനം, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ എന്താ പറയുക, ഈ വിരലിന്റെ കനം ഇല്ല, ഇങ്ങനെ ഈർക്കിൽ പോലെ ഇരിക്കുന്ന സാധനമാണ്. പക്ഷെ ഭയങ്കര ഡേഞ്ചർ ഒക്കെ ആയിട്ടാണ് കേട്ടിട്ടുള്ളത്. അതുമല്ല നേരിട്ട് ഇതുവരെ പച്ചിലപ്പാമ്പിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ തല ഇങ്ങനെ പൊങ്ങിങ്ങനെ വരുന്നു. എന്റെ കിളിയല്ലാതെ ചാടി ഓട്ടം. പക്ഷെ അത് കവർ ചെയ്യാൻ പറ്റിയില്ല. ഗവൺമെന്റ് സ്പോട്ട് ചെയ്യാൻ പറഞ്ഞത് എങ്ങോട്ട് പോയി എന്നുള്ള സ്പോട്ട് ചെയ്തു. പക്ഷെ അല്ല, അത് കേറുന്നിടത്ത് അതിനെ പോലെ ഇരിക്കുന്ന ഇലയായിരുന്നുള്ള. അപ്പൊ അത് കേറി ആ സ്പോട്ടിൽ ഒരു ഇല ഉണ്ട്. ഞാനത് ദൂരെ നിന്ന് അതിനെ നോക്കി, ഫുള്ള് പച്ച കളറായി. ഞാൻ അവിടെ ഇങ്ങനെ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ നോക്കി നിന്ന് അത് അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് ഇതിനെയൊക്കെ പിടിക്കാറിയാവുന്ന ഒരാൾ പുറകിൽ വന്ന് പുള്ളി വന്നിട്ട് അത് ഇലയാണ്. പിന്നെ അതുമല്ല നമ്മള് ഫോറസ്റ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ പിടിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ കണ്ടായിരുന്നെങ്കിൽ ഒന്നിങ്ങനെ കയ്യിലൊക്കെ എടുത്ത് ആര് ഞാനല്ല. അപ്പോ സത്യം മൊത്തത്തിൽ പറഞ്ഞാൽ ഞങ്ങള് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോ കാണുമ്പോഴത്തേനും നമ്മളിവിടെ നല്ല കൂളായിട്ട് ചില്ലായിട്ട് ഇരിക്കുക, തണുത്ത് കറങ്ങലടിച്ചിരിക്കുക. ഒരു കാര്യം പറയാം, നമ്മള് എന്താ പറയണ്ടേ, ഇത് പണിയെടുത്താലേ സന്തോഷം കിട്ടുള്ളൂ എന്ന് പറയുന്ന കണക്ക് പണിയെടുക്കാനുണ്ട്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തണുപ്പ് മാത്രം കൊള്ളാനായിട്ട് ആരും വരരുത്. ഇവിടെ കാണാൻ നന്നായിട്ടുണ്ട് വിഷ്വൽസ്. പക്ഷെ അത് എത്തണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു 7.5 കിലോമീറ്ററോളം നമ്മൾ നടക്കണം. സൈഡ് 4 കിലോമീറ്റർ തിരിച്ചു വരുമ്പോൾ 3.5 കിലോമീറ്റർ. ഈ പോകുന്ന വഴിയല്ല നമ്മൾ തിരിച്ചു വരുന്ന വഴി വേറെയാണ്. അത് തിരിച്ചു വരുന്ന വഴിയിൽ വേറെ കുറെ സംഭവങ്ങൾ കാണാനുണ്ട്. അത് നമ്മള് പറയുന്നില്ല, നിങ്ങൾ വരുമ്പോഴത്തേന് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറെ സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നമുക്ക് നെറ്റ്വർക്ക് ഇല്ല, റേഞ്ച് ഇല്ല, ഇങ്ങനെയുള്ള കുറെ സംഭവം. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ദിവസം നെറ്റ് ഓൺ ആക്കാണ്ട് ഫോണില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതെ. അപ്പോൾ ഏതെങ്കിലും ഒക്കെ ഒരു പോയിന്റിലൊക്കെ എത്തുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെറിയ റേഞ്ച് എനിക്ക് എന്റെ സിമ്മിന് റേഞ്ച് ഇല്ല. ഞാൻ ഇതുവരെ നെറ്റ് ഒരു ദിവസം 1 ഡേ ആയിട്ട് നെറ്റ് യൂസ് ചെയ്തില്ല. ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ നെറ്റ് ഇത് ഇല്ലാതിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് നല്ലതാണ്. നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഫോണിൽ കൊണ്ടിരിക്കുന്നവർ പെട്ടെന്നൊരു ഇതില്ലാത്ത വേറൊരു കാഴ്ചകളിൽ ആ ഒരു ഇതിൽ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഓർത്തായിരുന്നു ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് അല്ലേ? സത്യം. ആ ഒരു ഞങ്ങള് സാധാരണ പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞങ്ങൾ ട്രിപ്പിന് വേണ്ടിയിട്ടാണ് വന്നത്. അതിന് മുന്നുള്ളതാണ് നമ്മൾ വേറെ എന്തെങ്കിലും പർപ്പസ് ഉണ്ടാവും. അതിനകത്ത് ഞങ്ങൾ ട്രിപ്പ് പോലെ ആക്കി പോവുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് തിരിച്ച് മൂന്നാറിലേക്ക് പോകണം. മൂന്നാറിൽ നിന്ന് തിരിച്ച് എന്താ പറയണ്ട, ജോമോൻ ഏകദേശം നമ്മുടെ അങ്കമാലിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകും. ഞാനതിനക്ക് ഡ്രൈവ് ചെയ്ത് മലപ്പുറത്തേക്കും പോകും. നാളെ ജോലിക്ക് കയറണം. ഓക്കെ. അപ്പോൾ അതിൻ്റെ അപ്പം ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഇതാണ് നമ്മുടെ വീഡിയോസിൽ പറയാനുള്ളത്. അപ്പോൾ റിയലി നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. എത്രത്തോളം എൻഗേജിങ് ആണെന്നൊന്നും അറിയത്തില്ല. ബട്ട് സ്റ്റിൽ കാണാൻ പറ്റുന്ന അത്രയും കണ്ട് സഹായിക്കുക. ഓക്കെ. വാച്ച് ഓവർ അതാണ് മെയിൻ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. ഓക്കെ. That's all guys.